എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ്. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ മനോഹരമായ ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ഈച്ചി റോട്ടിൽ ആൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ അല്പം സീനിയർ ആയിട്ടുള്ള ഏലിയാസ് പറയുന്ന പാസ്റ്ററായ അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജോയിൻറ്റ് ഫാമിലി. ഏകദേശം 15-16 പേര് താമസിക്കുന്ന, അതിൽ പലരും ഇപ്പോൾ ഇവിടെയുണ്ട്, വിദേശത്ത് പോയി വന്ന് നിൽക്കുന്നു. അങ്ങനെ അത്രയും അധികം ആളുകൾ ഉൾക്കൊള്ളുന്ന 3000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു മനോഹരമായ വീടാണ്. വിശാലമായ ഫ്രണ്ടേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്ത ആളും വളരെ ശരിക്കും നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. മിഥുൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലാൻഡ്സ്കേപ്പിങ്ങിൽ ബിരുദം നേടിയതിന് ശേഷം വർക്കുകളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഗ്രീൻ എഡ്ജ് ആഗ്രോ സർവീസസ് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്വത്തിൽ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന യങ് എനർജറ്റിക് ആയ ഒരാളെ ഞാൻ പേഴ്സണലി അറിയാം. ആളുടെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം വളരെ നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണ്. ഈ ഗ്രാസ് ഇത് ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ വെക്കുന്ന ഗ്രാസുകൾ കൊറിയൻ ഗ്രാസ് എന്നാണ് അവരുടെ ഇതിൽ നമ്മൾ പറയുന്നത്. കൊറിയൻ ഗ്രാസ് ആണ്. പക്ഷേ ആ കൊറിയൻ ഗ്രാസ്, നാച്ചുറൽ കൊറിയൻ ഗ്രാസ് എപ്പോഴും വളരെ മെയിൻറ്റെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ട് ആളുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പേൾ ഗ്രാസ് ആണ്. ശരിക്കും പേൾ ഗ്രാസിൽ അലങ്കൃതമായിട്ടുള്ള ഒരു വലിയ മുറ്റാണ് നമ്മൾ ഏലിയാസാറിൻ്റെ വീടിൻ്റെ മുൻവശമായിട്ട് കാണുന്നത്. ഇനി വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രസകരമായ ചെറിയൊരു കണ്ടംപററി സ്റ്റൈലിലും എന്നാൽ കൊളോണിയലായിട്ടുള്ള വളരെ നല്ല ഒരു വീടാണ്. ഈ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ലെപ്പോത്ര പേൾ ഫിനിഷിലുള്ള, അതായത് സ്റ്റീൽ ഗ്രേഡ് അല്പം കൂടി അപ്ഗ്രേഡഡ് ഫോമാണ് പേൾ ഫിനിഷ് ഗ്രാനൈറ്റ്, അതിൻ്റെ ലെപ്പോത്ര കാറ്റഗറിയിൽ. അപ്പോൾ കൃത്യമായിട്ടും വെയിലടിക്കുന്നുണ്ട്. ചെറിയ മങ്ങലുകൾ വന്നിട്ടുണ്ട് ഗ്രാനൈറ്റിൽ, പക്ഷേ അത് ഗ്രാനൈറ്റിൻ്റെ നാച്ചുറൽ സ്റ്റോണിൻ്റെ സ്വഭാവമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അത്രയും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യൂണിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷൻ ഏറ്റവും യോജിക്കാവുന്ന ഡിസൈനിങ്ങോട് കൂടിയ മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് ഗ്രാ ബേസ് ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ സ്റ്റീൽ പെയർ കാറ്റഗറിയുള്ള ലെപ്പോത്ര ഗ്രാനൈറ്റ് കൊണ്ടു. അതിന് തന്നെ കണ്ടിന്യൂറ്റി നാച്ചുറൽ സ്റ്റോണിന് സമാനമായ ഹൈഡത്തുള്ള എലിവേഷൻ ടൈൽസ് ആണ്. അത് നമ്മൾ ശരിക്കും ബ്ലാക്ക് ഗ്രായിഷ് പാറ്റേണിലാണ് അതിൽ ബോർഡർ ചെയ്തിരിക്കുന്നു. പിന്നെ വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു. പിന്നെ പോർച്ചിലേക്കാണ് ഞാൻ പറഞ്ഞു ചൂളമം തിക്നെസ്സിലുള്ള ശരിക്കും സ്റ്റോൺ ഫിനിഷിലുള്ള, സ്റ്റോൺ ഫിനിഷ് മാത്രമല്ല സ്റ്റോൺ ഡിസൈനിലുള്ള, നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഡിസൈൻ ചെയ്ത് വെക്കുന്ന പോലെ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാർ പോർച്ചിലുള്ള 2x2 ടൈലിലെ വളരെ MOR വളരെ കൂടിയ, അതായത് ബ്രേക്കിംഗ് കപ്പാസിറ്റി വളരെ കൂടിയ ടൈല് തന്നെയാണ് യൂണിറ്റിയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഡോർസ് എല്ലാം സ്റ്റീൽ ഡോർസ് ആണ്, വളരെ സോളിഡ് ആയുള്ള സ്റ്റീൽ ഡോറുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇതിൽ പെയിന്റിംഗ് ഒക്കെ അതിമനോഹരമായ രീതിയിൽ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്ത മറ്റൊരാളെ സ്മരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജഗൻ പെയിൻറ്റ്സ് എന്ന് പറയുന്ന ജഗൻ ചേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ താമസം കഴിഞ്ഞ് 3 മാസത്തിലും കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിലും ആ ടൈം പീരീഡിൽ ഭംഗിയായിട്ട് പെയിന്റിംഗ് വർക്ക് എല്ലാം ചെയ്ത ജഗൻ ചേട്ടനെയും കൂടെ ഞാൻ ഇതിൽ നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ തന്നെ ഷൂകളൊക്കെ വെക്കാനുള്ള കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെനീറിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട് പ്ലൈവുഡ് വെനീർ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ 15 mm 10 അടി നീളത്തിലുള്ള ടൈലിൻ്റെ പീസാണ് ശരിക്കും വുഡ് പാറ്റേണിലുള്ള. അത് യൂണിറ്റിയിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവാം. അപ്പോൾ അത്രയും അഴുക്കോ കറിയോ സ്ക്രാച്ചസോ ഒന്നും വരാത്ത ഒരു പ്രോഡക്റ്റാണ്. അത് കളർ ബോഡിയാണ്. അപ്പോൾ അത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ 6x4ൻ്റെ, കാരണം 6x4 തന്നെ ഇപ്പോൾ മാർക്കറ്റിലായിട്ടുള്ള നമ്മുടെ യൂണിറ്റിലൊക്കെ ഒരുപാട് മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് പറഞ്ഞ DG മാറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ സ്പോഞ്ച് മാറ്റ് എന്ന് പറയും. കാരണം അഴുക്ക് പിടിക്കില്ല, സ്ക്രാച്ച് കമ്പാരിറ്റീവ്ലി വീഴില്ല. അതുപോലെ തന്നെ ഫിനിഷിങ് നടക്കുമ്പോൾ വളരെ സുഖകരമായ അന്തരീക്ഷമുള്ള ഒരു ഫിനിഷിംഗ് ആണ്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പനി ഇപ്പം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ വായിൽ വരുന്ന 1-2 കമ്പനിയിൽ പലർക്കും പ്ലാന്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സെറോൺ പോലെയുള്ള കമ്പനികളൊക്കെയാണ് അത്തരം പ്രോഡക്റ്റുകൾ ആദ്യമായിട്ട്, സെറോൺ സിംബോളോ പോലുള്ള കമ്പനികളാണ് ആദ്യമായിട്ട് ആ സൈസിൽ അത്തരം മെറ്റീരിയൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡ്രോയിങ് റൂമിലേക്ക് പ്രവേശിക്കും. ഞാൻ പറഞ്ഞു ടൈലിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഒരു DG മാറ്റ് അല്ലെങ്കിൽ സ്പോഞ്ച് മാറ്റ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വ്യത്യസ്ത പേരുകൾ പറയുന്നു. പക്ഷേ നമ്മുടെ യൂണിറ്റിയിൽ ഈ പ്രോഡക്റ്റ് എപ്പോഴും ഞാൻ പറയുന്ന അപ്ഡേഷനിൽ യൂണിറ്റി വളരെ മുന്നിലായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ യൂണിറ്റിയിൽ വന്ന ഈ പ്രോഡക്റ്റ്
ഇപ്പോൾ ഏകദേശം 3 മാസം കഴിഞ്ഞു, ഉപയോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് യൂണിറ്റിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ട്, ഒരു വർഷത്തിന് മുകളിലായിട്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ മറ്റു ഡിസൈൻസ് കാണിക്കാം. അപ്പോൾ അത്ര ബെസ്റ്റായിട്ടുള്ള, അതുപോലെ ഒരു റിസൾട്ട് പറയാവുന്ന, ഒരു കുറച്ച് ടൈമിങ്ങിലായി റിസൾട്ട് ഏറ്റവും റഫ് യൂസേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത്ര ഭംഗിയായിട്ടുള്ള ബോട്ടിച്ചിനോയിൽ ബീജ് ബ്രൗൺ കോമ്പിനേഷൻ, ബോട്ടിച്ചിനോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിൾ ഉണ്ട്, അതിൻ്റെ ഡിസൈൻ കോപ്പി ചെയ്യപ്പെട്ട അത്ര നല്ല മാറ്റ് ഫിനിഷ് ആയ 6x4 180 120 കാറ്റഗറിയിലുള്ള മാറ്റ് ഫിനിഷിൽ, അത് ഞാൻ പറഞ്ഞു അതിൻ്റെ പേൾ ഫിനിഷിൽ അല്ലെങ്കിൽ DG ഫിനിഷിലുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചത്. കാരണം ഇത് എപ്പോഴും ഞാനൊരു വീടിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്കും അന്വേഷിക്കാം. കാരണം ഇത്തരം ഒരു വീടുകളുടെ ഒരു റെഫറൻസ് തരുമ്പോൾ യൂണിറ്റിയിലിടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും എത്ര കാലം മുമ്പ് ഈ പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചു, അതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ വീടിൻ്റെ ഡ്രോയിങ് റൂമൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനെ ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സോഫ സെറ്റി എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് ചേർന്ന് കളർ കോമ്പിനേഷനുള്ള കർട്ടൻസ് ആണ്. ഈ കർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും റീസണബിൾ റേറ്റിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിൽ തോംസൺ ഇന്റീരിയർ കർട്ടൻ എന്ന് പറയുന്ന കർട്ടൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലെ ആളുകൾ നേരിട്ട് വന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്ത കർട്ടനാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ തോംസൺ ഇന്റീരിയർ കർട്ടനെ കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളെ പരിചയപ്പെടുത്താം. കാരണം ഇന്നത്തെ റോമൻ കർട്ടൻസ് ഒക്കെ, അതുപോലെ ഓട്ടോമാറ്റിക് കർട്ടൻസ് എല്ലാം അത്ര നല്ല രീതിയിൽ റീസണബിൾ ആയിട്ട് അടക്കും ചിട്ടയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് തോംസൺ ഇന്റീരിയർ കർട്ടൻ. അപ്പം നമ്മളിവിടെ കണ്ടു, കാലുകൊണ്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യാൻ സാധിക്കും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പലപ്പോഴും പലരും റിസ്ക് എടുക്കാനോ പുതിയൊരു പ്രോഡക്റ്റിലേക്ക് മാറാനോ ഒരു സംശയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശങ്കിച്ച് നിൽക്കുന്ന സമയത്താണ് യൂണിറ്റ് ഇത്തരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് വിജയകരമാക്കി മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും പരിശോധിക്കാം, മറ്റൊരു സ്ഥാപനത്തിൽ ഇത്ര ഒരു കാലഘട്ടത്തിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു ടൈല് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയ ടൈലാണ്. അതിനോട് ചേർന്ന കർട്ടൻ അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. ഡ്രോയിങ് ഏരിയയും ഡൈനിങ്ങും ഒരേ ഏരിയയിലാണ് വരുന്നത്, പക്ഷെ അതൊരു ചെറിയ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റീരിയർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലോറ് ബീച്ച് ബ്രൗണിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട്, ശരിക്കും ബ്രൈറ്റ് പോർഷൻ ആണ്, മാറ്റ് ആണ്, പെർമനന്റ് ഫീല് കിട്ടുന്ന ഒരു ടൈലില് കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്ന ബ്ലൂ ഫർണിച്ചറാണ്. ഫർണിച്ചറും കർട്ടൻസും ബ്ലൂവും ബീജും മിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വീട് പണിയുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ വളരെ, ഇപ്പോൾ ഇങ്ങനൊരു കളർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇതൊക്കെ ബെസ്റ്റ് ഒരു തീമാണ്. അതിന് വേണ്ടിയിട്ട്, കാരണം യൂണിറ്റിയിലെ ടൈൽ മാത്രമല്ല ഞാനത് കാണിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ടും, കാരണം ക്യാമറയുടെ ഒരു ക്ലാരിറ്റി വെച്ച് ഒരു അല്പസ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടാവാമെങ്കിലും പക്ഷെ അത്രയും ഭംഗിയായ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫർണിച്ചേഴ്സ് ബ്യൂട്ടിഫുൾ ആണ്, എക്സലന്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. അത്ര ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഫർണിച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പേര് കേട്ട ഫർണിച്ചർ സ്ഥാപനങ്ങളിൽ ഒന്നായ പ്രൈം ഡെക്കറിന്, ഇപ്പോൾ അതിനൊക്കെ പലർക്കും അറിയാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന്, പ്രൈം ഡെക്കറിൽ നിന്ന് എടുത്ത ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ എല്ലാം ഈ റൂമിനെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭംഗിയാണ്. ഇനി ഇതിന്റെ മുകളിലെ സീലിംഗ് എന്ന് പറയുന്നത് അതും വളരെ നമ്മളുടെ ഇന്നത്തെ ആളുകൾ പലർക്കും അറിയാം, പലർക്കും അറിയില്ല. ചൂടിനെ പ്രതിരോധിക്കുന്ന ഷീറ്റ് കൊണ്ടാണ് ഇതിന്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഈ ഷീറ്റുകൾ നമ്മുടെ തൃശ്ശൂർ സുലഭമാണ്. പലരും എൻ്റെ അടുത്ത് അന്വേഷിക്കാറുണ്ട് എവിടെ കിട്ടുന്നത്. ഇതിനാണെങ്കിൽ ജയസ്റ്റാർ എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടറാണ് ജയസ്റ്റാർ. ജിബിൻ എന്നാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ പേര് പറയുന്നത്, ജിബിൻ ജോസഫ് എന്നാണ്. അദ്ദേഹത്തിന് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ സീലിംഗ് വർക്ക് കാണുമ്പോൾ നമ്മുടെ ജിപ്സം സീലിംഗ് പോലെയാണ് ഫീൽ ചെയ്യണമെങ്കിലും ഇതിൻ്റെ സീലിംഗ് വർക്ക് അലങ്കരിച്ചിരിക്കുന്നത് ഈ തെർമൽ അക്കോസ്റ്റിക് പ്രോഡക്റ്റ് കൊണ്ടാണ്. വളരെ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ്, ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ഫോം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ്. ഈ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്താലും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവായി പ്രൈസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നവഭാരത് ഇലക്ട്രിക്കൽസിൻ്റെ ജിൻഡോ ജോർജ് എന്ന് പറയുന്ന മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ട് ലൈറ്റ്സിൽ ഞാൻ പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചിട്ടുള്ളതാണ്. അത്ര കോമ്പറ്റീറ്റീവായിട്ട് പ്രൈസ് കൊടുക്കുന്ന ജിൻഡോ ജോർജ് ആണ് ഈ വീടിന്റെ ലൈറ്റ്സ്, LED ലൈറ്റ്സും അതുപോലെ ഇലക്ട്രിക്കൽ ഗുഡ്സും സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് കിച്ചൺ ഏരിയ. ഇപ്പോൾ എല്ലാം ഓപ്പൺ കിച്ചണുകളാണ്. കാരണം പണ്ടത്തെ പോലെ സെപ്പറേഷൻ ഇല്ല. പലപ്പോഴും ആളുകൾ പറയും
കിച്ചണിൽ മറ്റൊരു ടൈലിടണം, അതിൻ്റെ ആവശ്യമില്ല. കാരണം കൃത്യമായിട്ടും സെയിം ടൈല് കണ്ടിന്യൂ ചെയ്യാണ്. ഇരുന്ന് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ പോലെ നമ്മൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പം ഞാൻ യൂണിറ്റിയിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്. കാരണം സ്ക്രാച്ച് റെസിസ്റ്റീവ് ആണ്, സോഫ്റ്റ് ആണ്. അതൊരിക്കലും സാറ്റിൻ മാറ്റോ ബട്ടർ ഫിനിഷോ അല്ല. കാരണം അഴുക്ക് പിടിക്കാത്ത പുതിയ സീരീസ് DG സീരീസിൽ അല്ലെങ്കിൽ സ്പോഞ്ച് സീരീസിലുള്ള പുതിയ പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇത് യൂണിറ്റിൽ ഒരുപാട് മുമ്പ് മാർക്കറ്റിൽ പലരും കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇനി അത്രയും ഭംഗിയായ കിച്ചണാണ്. ഈ കിച്ചണിൽ നമ്മളൊരു പ്രത്യേകത, എപ്പോഴും നമ്മളുടെ ഈ ഒരു പോർഷൻ ഒരു സർവീസ് ടേബിളിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കി മാറ്റാം, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കാം. അതിനൊരു അല്പം കൂടി ഉയരം കൂടിയ ഇത്തരം ചെയറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എൻ്റയർ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ കബോർഡ്സ് എല്ലാം വൈറ്റ് ആണ്, അത് കൃത്യമായിട്ടും ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വാൾ ചെയ്തിരിക്കുന്നത് വൈറ്റിൽ മാറ്റ് ഫിനിഷിൽ കാറ് പാറ്റേണിലുള്ള 4-2, അതായത് 120/60 ബ്യൂട്ടിഫുൾ ആയ ടൈലാണ്. അതുപോലെ ഇത് ഫുൾ ബോഡി, പലപ്പോഴും ഞാൻ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 59-60 പാറ്റേൺ സ്ലാബ്സ് യൂണിറ്റിയിലുണ്ട്. അതിൽ ഫുൾ ബോഡി ആയിട്ടുള്ള ഒരു ടൈലാണ്, ഡബിൾ ചെയ്ത് വിവല ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റ് സീരീസിലുള്ള ഫുൾ ബോഡി ആയിട്ടുള്ള ഗ്ലോസി സർഫസിലുള്ള ടൈലാണ് ഇതിന്റെ കിച്ചണിലെ എൻറ്റയർ സി ഷേപ്പിൽ ഉപയോഗിച്ചത്. പിന്നെ അതിന്റെ സിങ്ക് കാര്യങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ. പലപ്പോഴും കട്ടിങ് നടക്കുമ്പോൾ പണിക്കാർക്കൊക്കെ വരുന്ന ചെറിയ സംശയങ്ങളുണ്ട്, സന്ദേഹങ്ങളുണ്ട്, ഇത് പൊട്ടുന്നു. കാരണം നമ്മുടെ ആളുകൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറയുന്നത്, നാച്ചുറൽ പ്രൊഡക്റ്റായ ഗ്രാനൈറ്റിലോ മാർബിളോ ലഭിക്കുന്നതിനേലും വളരെ ഉയർന്ന ഗാഢത അല്ലെങ്കിൽ ഹാർഡ്നെസ് കൂടിയ ഒരു പ്രോഡക്റ്റാണ്. അബ്സോർപ്ഷൻ വളരെ കുറഞ്ഞ പ്രോഡക്റ്റാണ് ഇത്തരം ഫുൾ ബോഡി ടൈൽ അല്ലെങ്കിൽ കളർ ബോഡി ടൈലുകൾ വരുന്നത്. ഇപ്പോഴും ആളുകളുടെ ധാരണ ഗ്രാനൈറ്റ് ആണ്. പക്ഷെ ഗ്രാനൈറ്റ് നല്ല പ്രോഡക്റ്റ് ആണ്, പക്ഷെ അതിന്റെ പരിമിതികളുണ്ട്. പക്ഷെ അതിനെ അപേക്ഷിച്ച് വളരെ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ. ഇത് എപ്പോഴും സിങ്ക് കട്ടിങ്ങിൽ പലരും പറയും പൊട്ടുന്നുണ്ട്. പൊട്ടൽ വരുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറവിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് എപ്പോഴും ചെയ്യേണ്ടത് പലർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒരു ടെക്നിക്കൽ സൈഡ് പറഞ്ഞു തരികയാണ്. ഡ്രിൽ ബിറ്റ് വെച്ച്, അതിലിപ്പം റൗണ്ട് ബിറ്റ് വെച്ച് ഇതിന് ഹോൾസ് എൻഡുകളിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രൈൻഡർ കട്ട് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ തള്ളി കട്ട് ചെയ്യുന്ന രീതിയാകുമ്പോൾ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ചെറുതായിട്ട് ഗ്ലാസ് പോലെ തന്നെ അത്ര ഹാർഡായ മെറ്റീരിയലാണ്, അല്പം കൂടി പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും ലാസ്റ്റ് എഡ്ജിൽ കൊണ്ടുവന്ന് സിങ്ക് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ കറക്റ്റ് പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാനിത് കാണിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. ഒരിക്കലും ഇത് പൊട്ടും എന്ന് പറഞ്ഞാൽ അതിലൊരല്പം അശ്രദ്ധ കൂടെ ഉണ്ടാവാം എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തീർത്തും എഡ്ജിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വരും. പൊട്ടാനുള്ള കാരണം ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കേണ്ടതാണ്, സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതുകൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചണാണ്. ഇതെല്ലാം മാനേജ് ചെയ്തിരിക്കുന്നു. കിച്ചന്റെ ഹോബ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഇലക്ട്രിക് ചിമ്മിനി ഹോബ്, കാര്യങ്ങൾ അത്ര ക്ലീൻ നീറ്റ് സ്ഥലമാണ്. ഇത്രയധികം പേര് താമസിക്കുന്ന വീടാണ്. കാരണം 3 ആള് ചേർന്നാൽ ഒരു വീട് താമസിക്കുന്ന പോലെ 5 പേർക്ക് കൂടെ ഈ ഒരേ ഒരു വീടാണ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത്. പലരും പുറമെയാണ്, പലരും ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അത്ര ഭംഗിയാണ്. ഇനി വർക്ക് ഏരിയയിൽ മാത്രം ഫ്ലോറിന് അല്പം കോൺട്രാസ്റ്റ് കിട്ടുന്ന വുഡ് ബേസിലുള്ള ഒരു 4x2 ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. കാരണം അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. അപ്പൊ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. കാരണം ഇതിന്റെ ഡോറും ഡോർ ഫ്രെയിമും ചെയ്തിരിക്കുന്നത് നമ്മൾ ഒറ്റനോട്ടത്തിൽ വുഡ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് വുഡ് അല്ല, WPC എന്ന മെറ്റീരിയൽ. ഇന്ന് പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല. വുഡ് പോളിമർ കോമ്പിനേഷനിലുള്ള മെറ്റീരിയലാണ്. ഏകദേശം ഒരു മരത്തിന്റെ ഒരു സ്വഭാവം നിലനിൽക്കുന്ന വുഡും പോളിമറും ചേർന്ന കോമ്പിനേഷനുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനി ഉള്ള ഒരു കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും ഉപയോഗയോഗ്യമായ പ്രൊഡക്റ്റ് ആണ്. കാരണം ഒന്ന്, മരങ്ങളുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന മരങ്ങളുടെ ലഭ്യത കുറയുന്നു. കാരണം അതിന് മാത്രം നമ്മൾ വെച്ച് പിടിക്കുന്നില്ല. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കാടുകൾ നശിച്ചു പോകുന്നു. അപ്പൊ അതൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ പിന്നെ അത് കൂടാതെ നമ്മൾ പലപ്പോഴും വലിയ തോതിൽ ചിതൽ പിടിക്കുന്ന, അപ്പൊ ചിതൽ ഒഴിവാക്കാൻ വേണ്ടി വലിയ തോതിൽ വിഷം അടിക്കുന്ന ഒരു അവസ്ഥ വേറെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വുഡും പോളിമറും ചേർന്ന കോമ്പിനേഷനിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സപ്ലൈ ചെയ്തിട്ടുള്ളത് അദ്വൈക ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന സുജീന്ദ്രൻ എന്ന മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആളുടെ സ്ഥാപനത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അത് കഴിഞ്ഞ് അതിന്റെ പെയിന്റിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ അത്ര ക്ലാസ് ആയിട്ട് സോഫ്റ്റ് സാറ്റിൻമാറ്റ് ആണ്, ബ്രൗൺ, അതായത് ഒരു VT ഫിനിഷിലുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വർക്ക് ആർക്ക് കൊടുക്കണം എന്ന് സന്ദേഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് 100% ഇത്തരം വീടുകളിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ, യൂണിറ്റിന്ന് വിൻഡോ പറഞ്ഞു എന്നുള്ള കാരണം മാത്രം ആയിരിക്കരുത്,
ഇവിടെ വന്ന്. കാരണം നമ്മൾക്ക് കൃത്യമായ റഫറൽ കിട്ടാവുന്ന വീടുകളാണ്. ഇവരൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വീട്ടുകാരാണ്. അപ്പൊ നമ്മൾ ധൈര്യമായിട്ടും ഒരു കർട്ടന്റെ ആവശ്യമായിക്കോട്ടെ, എന്ത് ആവശ്യമായിക്കോട്ടെ, ഇപ്പൊ ഇവിടെ ഇതുപോലെയുള്ള ആളുകളൊക്കെ അതൊന്നും യൂണിറ്റിയുടെ സ്ഥാപനങ്ങളല്ല, പക്ഷെ അവർക്കൊക്കെ വേണ്ടി അവർ നല്ല വർക്ക് ചെയ്തതിന് വേണ്ടി ഒരു നല്ല വാക്ക് പറയുന്നു എന്ന് മാത്രം. അത്ര നല്ലൊരു ബെഡ്റൂമിലാണ് വരുന്നത്. ടൈലിൽ ഒരു മാറ്റമില്ല. 6x4 3mm സ്പേസർ ഗ്യാപ്പ് ചെയ്ത് ബ്രൗൺ ലൈനർ ഉണ്ട്, അത് ബ്രൗൺ ഇപ്പോക്സി ഇട്ട് അത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കർട്ടൻസ് കോമൺ നമ്മൾ പറഞ്ഞു വലിയ ആർഭാടങ്ങളില്ല, എന്നാലെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സെയിം ബെഡ്റൂമുകളും സെയിം ടൈലുകൾ തന്നെയാണ്. ഇനി ബാത്റൂം ആണെങ്കിൽ ഫുൾ ബോഡി ടൈലിന്റെ ഒപ്പക് സീരീസ്, ശരിക്കും ഒപ്പക് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഗ്രേ അല്ലെങ്കിൽ SNP സോൾട്ട് ആൻഡ് പേപ്പർ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഒപ്പക് എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. അത്തരം പ്രോഡക്റ്റിന്റെ ഒരു 2x2 സീരീസ് ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഫുൾ ബോഡി ടൈലുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് GVT പോലെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഭംഗിയായ ഒരു ടൈല്, വലിയൊരു മിറർ, നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമാണ്. താഴത്തെ 2 ബെഡ്റൂമുകളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വാഷ് ഏരിയ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇവിടെ എല്ലാവരുടെയും അല്പം ഡിസ്റ്റൻസിലാണ്. ഇവിടെ കുറെ കൂടെ മാറിയിട്ടാണ് ഇതിന് വാഷ് ഏരിയ വരുന്നത്. കാരണം വാഷ് ഏരിയ വളരെ ദൂരത്തേക്ക് മാറി ഒരു വലിയ ബേസിൻ വെച്ചു ശരിക്കും നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. അതിലൊരു ഫുൾ ബോഡി ടൈലിന്റെ 15 mm തിക്നെസ് ഉള്ള ഒരു ടൈൽ ചെയ്തൊരു കബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ വാഷ് ഏരിയയോട് ചേർന്ന് ഒരു വാഷ്റൂം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ മാറിയിട്ട്, കാരണം നമ്മളിപ്പോഴും നമ്മുടെ മെയിൻ ഏരിയയോട് ബന്ധപ്പെട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി അത് കുറേ കൂടെ മാറി കുറേ ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ ഒരു വാഷ്റൂം. ഇപ്പോൾ ഇവിടെ വരുന്ന വാഷ്റൂം അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെല്ലാം ശരിക്കും നമ്മുടെ പ്രൈവസി പാർട്ടായിട്ടുള്ള ബെഡ്റൂമിൽ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനേഴ്സും എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു വീടിന്റെ വലിപ്പം അനുസരിച്ച് അത് സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കോട്ട ഗ്രീൻ എന്ന് പറയുന്ന ഫുൾ ബോഡി ടൈലിന്റെ 2x2 അതുപോലെ വൈറ്റ് ഫുൾ ബോഡി ടൈലും ചെയ്ത് ഒരു വൈറ്റ് കമ്മോഡ് കൊടുത്തിട്ടുള്ള ഒരു വാഷ്റൂമാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ സ്റ്റെയർസ് ആണ് നമ്മൾ കാണുന്നത്. സ്റ്റെയർസിൽ എപ്പോഴും ചെയ്തിട്ട് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്ത സ്റ്റീൽ ബേൾ കാറ്റഗറിയിലുള്ള ഗ്രാനൈറ്റിന്റെ ഡബിൾ ചെയ്ത് ഡ്യുവൽ ചെയ്ത് ശരിക്കും ഡയമണ്ട് കട്ടിൽ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പിന്റെ ടോപ്പ് പോർഷൻ ആണ്. ഫ്ലോർ സെയിം ബോഡ്സിനോ സീരീസിലുള്ള മാറ്റിനിഷ് ആയ ടൈലാണ് അതിന്റെ സ്കേർട്ടിങ് സെപ്പറേഷന്റെ ഭാഗമായിട്ട് അലർട്ട്നെസിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡില് വുഡ് ഗ്ലാസ് കോമ്പിനേഷൻ ഇപ്പൊ നമ്മൾ പല വീടുകളിലും കാണുന്നുണ്ട്. വളരെ തിക്നെസ് കൂടിയ ഗ്ലാസും ഹാൻഡ് റെയിലും അത്യാവശ്യം നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുള്ള ഹാൻഡ് റെയിൽസ് ആണ്. ട്രാൻസ്പെറൻസി കിട്ടുന്നുണ്ട്, കാരണം വിസിബിലിറ്റി ഭയങ്കര രസമാണ്, കാണാനും വളരെ ഭംഗിയാണ്. മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ത്രൂ ഔട്ട് നമുക്ക് വരുന്നത് ഒരേ ടൈൽ തന്നെ, നമ്മുടെ ബോട്ടിച്ചിനോടെ ആ ടൈൽ തന്നെയാണ്. ബോട്ടിച്ചിന് ആ സ്പെഷ്യൽ മാറ്റാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ യൂണിറ്റിൽ വന്ന് ഇപ്പോഴും ഞാൻ കാണിച്ചത് അത്ര ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ എൻ്റയർ ഏരിയ കാണുമ്പോൾ ഒരു പീസ് ഇരിക്കുന്നതിനും വളരെ മനോഹരമാണ് ഈ ടൈൽ. കാരണം ഇത് പലപ്പോഴും ആളുകൾ വന്ന് ഒറ്റ പീസ് കാണുമ്പോൾ ഒരു ഡിസൈനിൽ കംപ്ലീഷൻ അതിൻ്റെ ഡിസൈനിൻ്റെ പൂർണ്ണത കാണാത്തവർ പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ വിരിച്ചു വരുമ്പോൾ ഇത്ര ക്ലാസ് ആയിട്ടുള്ള ഒരു ടൈലാണ്, ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. യൂണിറ്റിയിലെ ഒരു സ്പെഷ്യൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ടൈൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈലാണ്. അതുപോലെ നമ്മൾ അപ്സ്റ്റൈറിൽ വന്നു. അപ്സ്റ്റൈറിൽ നമ്മുടെ മെയിൻ ഏരിയയിലെല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്സ്റ്റൈറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വാഷ്റൂമിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു വാഷ്റൂം കൂടെ ഈ വീട്ടിൽ മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലും ചെയ്തിരിക്കുന്ന നമ്മുടെ ടൈലുകൾ സെയിം നമ്മുടെ ബാത്റൂം ടൈൽ ആൾട്ടർനേറ്റീവായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫ്ലോർ ടൈൽ എൻറ്റയർ ആയിട്ട് ഒരേ മെറ്റീരിയൽ തന്നെ കടന്നു പോകുന്നു. പിന്നെ അതിന് ഉപരിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അപ്പുറത്ത് ഒരു വാഷ് ഏരിയ പോലെ നമുക്കൊരു വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു പാസേജ് കൂടെ ചെയ്ത് അതിൻ്റെ വൺ സൈഡ് ശരിക്കും നമുക്കൊരു TV യൂണിറ്റിനും അപ്സ്റ്റൈറിലുള്ള ഒരു TV യൂണിറ്റിനും വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയയോ അല്ലെങ്കിൽ ഒരു മിനിമം ടേബിളോ കാര്യങ്ങളോ സ്റ്റഡി ടേബിളോ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുള്ളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. അപ്സ്റ്റൈറിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു മലയോര മേഖലയൊക്കെയാണ്. നല്ല കാറ്റും വെളിച്ചുകൊണ്ട് വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ. വെറുതെ സൈലന്റ് ആയിട്ട് വന്നിരുന്നാൽ പോലും വളരെ ഏകാഗ്രത കിട്ടുന്ന ഒരു സിറ്റ് ഔട്ടാണ്. എനിക്കിത് ഭയങ്കര നന്നായിട്ട് തോന്നിയിരുന്നു.
അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ സീരീസിലുള്ള കൃത്യമായിട്ട് കണ്ട അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4x2 ഒരു ടൈലാണ്. നമ്മള് ഇതേവരെ വിരിച്ചു വന്ന ടൈലിന് അല്പം കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള വുഡിഷ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഓക്സിഡൈസിൽ പെട്ട ഒരു ഡിസൈനാണ്. ഇനി ഇതിന്റെ മുകൾ ഭാഗം ഞാൻ താഴെയും പരിചയപ്പെടുത്തുണ്ടായി. ഇതിൽ സ്ലാബ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത് 10 അടി ലെങ്ത് ഉള്ള വുഡ് ബേസിലുള്ള അല്പം കൂടി ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള 15 mm സ്ക്രാച്ച് റെസിസ്റ്റീവ് ആയിട്ട്, അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റീവ് ആണ്, സ്റ്റെയിൻ റെസിസ്റ്റീവ് ആണ്. അത്രയും നല്ല ഒരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ സോളിഡ് ആയിട്ടുള്ള സ്റ്റീൽ കോമ്പിനേഷൻ ആണ്. മറ്റേ അവിടെ നമ്മൾ വുഡ് കോമ്പിനേഷൻ ആണ്, ഗ്ലാസ് വുഡ് ആണ് കണ്ടിരുന്നെങ്കിൽ ഇത് സ്റ്റീല് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം നോക്കിയിരുന്നത്. നമസ്കാരം. അപ്പോ ഈ വീടിന്റെ എല്ലാ പണിക്കും സാമാനം ഉണ്ടായിരുന്നു. ഏകദേശം എത്ര ടൈം കൊണ്ട് ഈ പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ഇത് ഏകദേശം ഒരു 1.5 വർഷത്തോളം എടുത്തു നമ്മൾ പണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ശരി. അപ്പോ എല്ലാവരും എല്ലാവരും വിദേശത്താണോ? അതെ, രണ്ടുപേരും വിദേശത്താണ്. അപ്പൊ എന്താ എല്ലാവരും കൂടെ ഒരു വീട് മതി എന്നുള്ള തീരുമാനം എടുക്കായിരുന്നു? അതെ അതെ, എല്ലാവരും കൂടെ ഒരു വീട് മതി. കാരണം എല്ലാവരും അവിടെ വന്ന് സെറ്റിൽ ആവാൻ പോകുന്നില്ല. അപ്പം അവരൊരു 2 മാസത്തേക്ക് വരും, 2 മാസത്തേക്കുള്ള എല്ലാവരും കൂടണം. അങ്ങനെ പിന്നെ എല്ലാവരും നിൽക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് വേണം. അതാണ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് നമ്മുടെ ഈ വർക്ക് ചെയ്തല്ലോ, ഇപ്പൊ നമ്മുടെ യൂണിറ്റിയിൽ വന്നിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? യൂണിറ്റിയില് വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് ജിബിനാണ്. ജിബിൻ ചേട്ടയാണ്, എന്റെ കസിൻ ബ്രദറാണ് പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് സൈജു ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ടാണ് ലിൻഡോ ചേട്ടനെ പരിചയപ്പെട്ടത്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് സൈജു ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സജഷൻ തരാൻ ചേട്ടനും ഉണ്ടായിരുന്നു. നല്ല സജഷൻ ആയിരുന്നു. പൊതുവെ വന്ന് കണ്ടവർക്കൊക്കെ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയായിരുന്നു. കാരണം ഞങ്ങള് വലിയൊരു കളർ കോൺട്രാസ്റ്റിലേക്ക് പോവാതെ ഒരൊറ്റ തീമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഒത്തിരി ഡാർക്ക് കളർ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്ന ക്വാളിറ്റി വേണ്ടി കിട്ടിയത് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതെന്താ അറിയൂ, നമ്മൾ ഇത്രയും ആളുകൾ കാണുന്നതാണ്. യൂണിറ്റിനെ റെഫർ ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യാലിറ്റീസ് വേണം? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കുറെ സജഷൻസ് പറഞ്ഞു തന്നായിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ താഴെ പിടിച്ച ലപ്പോത്ര, അത് ഫെയ്ഡ് ആവുന്നുള്ള കാര്യം ഞങ്ങൾക്ക് തുറന്ന് അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. പിന്നെ സൈജേട്ടന്റെ ലിൻഡോ ചേട്ടന്റെ വകയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ, അതാണ് എന്റെ കാര്യം. അപ്പൊ ഓവറോൾ നമ്മളെ യൂണിറ്റിനെയും അതുപോലെ ഇതിൽ സഹകരിച്ച മറ്റുള്ളവരൊക്കെ കറക്റ്റ്. ഇപ്പൊ തോംസൺ ഇന്റീരിയർ ആയിരുന്നു ഖത്തറില്, വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിരുന്നു അല്ലേ? അതെന്താ എന്താ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ടാണ് കൂടുതലും പണികൾ നീങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ തോമസൻ ചേട്ടനൊക്കെ പെട്ടെന്ന് വന്നിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. അതുപോലെ ജഗൻ ചേട്ടനായാലും പെയിന്റിംഗ് ഒക്കെ വിത്തിൻ 2 വീക്സ് കൊണ്ടാണ് ഇത് ഫുള്ള് അവര് കവർ ചെയ്തത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത മിഥുനൊക്കെ, അതെ, മിഥുൻ ചേട്ടനായാലും അവരൊരു 1 വീക്ക് കൊണ്ടാണ് എല്ലാം ചെയ്ത് അവര് ഗ്രീൻ എഡ്ജ് അല്ലെ ആള് ശരിക്കും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആള് ശരിക്കും ഇതില് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ അതെ, പിന്നെ വളരെ റീസണബിൾ ആണ്. അതെ അതെ, ആൾക്ക് നല്ല ഐഡിയ ഉണ്ട്. ആള് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് രണ്ടും നമുക്ക് പറഞ്ഞു തരും. അല്ല, ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളില്ലാതെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മൾ ഫർണിച്ചർ ചെയ്തിരുന്ന പ്രൈം ഡയറക്ടർ പവിത്രായിട്ടാണ്. അത് ഓൾവേസ് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ പ്രൊഫൈൽ LED ലൈറ്റ്സ് എല്ലാം നവഭാരത് ഇലക്ട്രിക്കൽസിന്റെ ജിൻഡോബയാണ്. പക്ഷെ ഇവരെല്ലാം ഞാൻ മനസ്സിലാക്കണം വളരെ കോമ്പറ്റീറ്റീവ് ആണ്, വളരെ കോപ്പറേറ്റീവ് ആണ്. അപ്പോ ഞാൻ എപ്പോഴും നമ്മള് യൂണിറ്റിയുടെ ടൈലിന് ഉപരിയായിട്ട് ഒരു സൈറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്ത ആളുകളെ കൂടെ ഒരു പക്ഷേ നമുക്ക് തലവേദന ആവാത്ത ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തുകൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അവരൊക്കെ ഞാൻ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് അവരെ മറ്റു സൈറ്റുകളും വീഡിയോകളും ഒക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അത്രയും ആ വീടും വീട്ടുകാരുടെ കൺസെപ്റ്റും അതുപോലെ ഇന്ന് 4 വീടിന് പകരം ഒരു വീട്ടിൽ തന്നെ കാര്യങ്ങൾ ഒതുക്കാമെന്ന് പറഞ്ഞു തരുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് സാമ്പായുടെ ഫാമിലി നമ്മൾക്ക് സമൂഹത്തിന് തരുന്ന ഒരു നല്ല പ്രചോദനം. കാരണം വലിയ ഫണ്ടുകൾ 4 വീടുകൾക്ക് ചെലവഴിക്കുന്നതിന് പകരമായിട്ട് ഒരു വീട്ടിൽ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്.
ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം, യൂണിറ്റിയുടെ കൂടെ ഉണ്ടാവണം. അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ പ്രൊഡക്റ്റോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം. അതുവരെ ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.